നാഹും അധ്യായം 1. നിനവയെ സംബന്ധിച്ചുള്ള പ്രവചനം. എൽക്കോഷനായ നാഹുമിൻ്റെ ദർശനഗ്രന്ഥം. കർത്താവ് അസഹിഷ്ണുവായ ദൈവവും പ്രതികാരം ചെയ്യുന്നവനുമാണ്. കർത്താവ് പ്രതികാരം ചെയ്യുന്നവനും ക്രോധം നിറഞ്ഞവനുമാണ്. കർത്താവ് തൻ്റെ വൈരികളോട് പകരം വീട്ടുകയും ശത്രുക്കൾക്ക് വേണ്ടി ക്രോധം കരുതി വയ്ക്കുകയും ചെയ്യുന്നു. കർത്താവ് ദീർഘക്ഷമയുള്ളവനും അതിശക്തനുമാണ്. ഒരു കാരണവശാലും അവിടുന്ന് കുറ്റക്കാരെ വെറുതെ വിടുകയില്ല. ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമാണ് അവിടുത്തെ പാത. മേഘങ്ങൾ അവിടുത്തെ പാദങ്ങളിലെ പൊടിയാണ്. അവിടുന്ന് കടലിനെ ശാസിക്കുകയും വറ്റിച്ചു കളയുകയും ചെയ്യുന്നു. നദികളെ അവിടുന്ന് വരട്ടുന്നു. ബാഷാനും കാർമലും ഉണങ്ങുകയും ലബനോനിലെ പുഷ്പങ്ങൾ വാടുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ അവിടുത്തെ മുൻപിൽ പ്രകമ്പനം കൊള്ളുന്നു. മലകൾ ഉരുകിപ്പോകുന്നു. ഭൂമിയും ലോകവും അതിലുള്ളതൊക്കെയും അവിടുത്തെ മുമ്പിൽ ശൂന്യമായിത്തീരുന്നു. അവിടുത്തെ രോഷത്തിനു മുൻപിൽ നിലകൊള്ളാൻ ആർക്ക് കഴിയും? അവിടുത്തെ കോപാഗ്നി ആർക്ക് സഹിക്കാനാവും? അഗ്നി പോലെ അവിടുത്തെ ക്രോധം വർഷിക്കപ്പെടുന്നു. അവിടുന്ന് പാറകളെ ഉടച്ചു കളയുന്നു. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. എന്നാൽ കവിഞ്ഞൊഴുകുന്ന പ്രവാഹത്താൽ അവിടുന്ന് തൻ്റെ ശത്രുക്കളെ നിശേഷം നശിപ്പിക്കും. അവിടുന്ന് അവരെ അന്ധകാരത്തിലേക്ക് അനുധാവനം ചെയ്യും. കർത്താവിനെതിരായി നിങ്ങൾ എന്ത് ഗൂഢാലോചനയാണ് നടത്തുന്നത്? അവിടുന്ന് അത് നിശേഷം തകർക്കും. ശത്രുക്കളുടെ മേൽ രണ്ടാമതൊരു പ്രതികാരം അവിടുന്ന് ചെയ്യുകയില്ല. കെട്ടുപിണഞ്ഞു കിടക്കുന്ന മുൾപ്പടർപ്പ് പോലെ, ഉണങ്ങിയ വൈക്കോൽ പോലെ അവർ ദഹിപ്പിക്കപ്പെടും. കർത്താവിനെതിരെ ഗൂഢാലോചന നടത്തുകയും ദ്രോഹം ഉപദേശിക്കുകയും ചെയ്ത ഒരുവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചില്ലേ? കർത്താവ് അരുളി ചെയ്യുന്നു, അവരുടെ ശക്തിയും എണ്ണവും എത്ര അധികമായാലും അവർ വിച്ഛേദിക്കപ്പെട്ട് ഇല്ലാതാകും. ഞാൻ നിന്നെ പീഡിപ്പിച്ചെങ്കിലും മേലിൽ പീഡിപ്പിക്കുകയില്ല. അവൻ്റെ നുകം നിന്നിൽ നിന്ന് ഞാൻ ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങളെ ഞാൻ ഛേദിക്കുകയും ചെയ്യും. കർത്താവ് നിന്നെപ്പറ്റി കൽപ്പിച്ചിരിക്കുന്നു, നിന്റെ നാമം മേലിൽ നിലനിൽക്കുകയില്ല. നിന്റെ ദേവന്മാരുടെ ആലയത്തിൽ നിന്ന് കൊത്തുവിഗ്രഹവും വാർപ്പുവിഗ്രഹവും ഞാൻ വെട്ടിമാറ്റും. ഞാൻ നിനക്ക് ശവക്കുഴി ഉണ്ടാക്കും. എന്തെന്നാൽ നീ നികൃഷ്ടനാണ്. സദ്വാർത്ത കൊണ്ടുവരുന്നവൻ്റെ, സമാധാനം പ്രഘോഷിക്കുന്നവൻ്റെ പാദങ്ങൾ അതാ മലമുകളിൽ. യൂദാ, നീ നിന്റെ ഉത്സവങ്ങൾ ആചരിക്കുകയും നേർച്ചകൾ നിറവേറ്റുകയും ചെയ്യുക. എന്തെന്നാൽ ഇനിയൊരിക്കലും ദുഷ്ടൻ നിനക്കെതിരെ വരികയില്ല. അവൻ നിശേഷം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നാഹും അധ്യായം 2. വിനാശകൻ നിനക്കെതിരെ വരുന്നു. കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക. വഴികളിൽ കാവൽ നിർത്തുക. നീ അരമുറുക്കുക, സർവശക്തിയും സംഭരിക്കുക. കർത്താവ് യാക്കോബിൻ്റെ പ്രതാപം പുനഃസ്ഥാപിക്കുന്നു, ഇസ്രായേലിൻ്റെ പ്രതാപം പോലെ തന്നെ. കവർച്ചക്കാർ അത് അപഹരിച്ച് അവരുടെ ശാഖകളെ നശിപ്പിച്ചു. അവൻ്റെ യോദ്ധാക്കളുടെ പരിചയ്ക്ക് ചെന്നിറമാണ്. അവൻ്റെ സൈനികർ രക്താംബരം അണിഞ്ഞിരിക്കുന്നു. അണിനിരന്ന് നീങ്ങുമ്പോൾ അവരുടെ രഥങ്ങൾ തീജ്വാല പോലെ മിന്നുന്നു. പടക്കുതിരകൾ കുതിച്ചു പായുന്നു. രഥങ്ങൾ തെരുവീഥിയിലൂടെ ചീറിപ്പായുന്നു. തുറസായ സ്ഥലങ്ങളിലൂടെ അങ്ങുമിങ്ങും ഓടുന്നു. അവ പന്തങ്ങൾ പോലെ പ്രകാശിക്കുകയും മിന്നൽ പോലെ പായുകയും ചെയ്യുന്നു. സേവകരെ വിളിച്ചുകൂട്ടുന്നു. അവർ ചാടിക്കടക്കുന്നു. അവർ മതിലിനടുത്തേക്ക് ഓടിയടുക്കുന്നു. ലോഹമറ സജ്ജമാക്കിയിരിക്കുന്നു.
നദികൾ തുറന്നു വിട്ടിരിക്കുന്നു, രാജമന്ദിരം തകർന്നു കിടക്കുന്നു. രാജ്ഞിയെ വിവസ്ത്രയാക്കി പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. അവളുടെ ദാസിമാർ പ്രാവുകളെപ്പോലെ ദുഃഖിച്ചുകൊണ്ട് മാറത്തടിച്ച് നിലവിളിക്കുന്നു. ജലം വാർന്നൊഴുകുന്ന കുളം പോലെയാണ് നിനവേ. നിൽക്കൂ നിൽക്കൂ എന്ന് അവർ വിളിച്ചു പറയുന്നു, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വെള്ളിയും സ്വർണവും കൊള്ളയടിക്കുക, അതിലെ നിധികൾക്ക് അന്തമില്ല. എല്ലാത്തരം അനർഘ വസ്തുക്കളും അവിടെയുണ്ട്. ശൂന്യം, ശൂന്യത, വിനാശം. ഹൃദയം മരവിക്കുന്നു, കാൽമുട്ടുകൾ വിറയ്ക്കുന്നു. അരക്കെട്ടിൽ അതിയായ വേദന, എല്ലാവരുടെയും മുഖം വിളറുന്നു. സിംഹം ഇരയെ കൊണ്ടുവരുന്ന ഗുഹയും സിംഹക്കുട്ടികൾ നിർബാധം വിഹരിക്കുന്ന മാളങ്ങളും എവിടെ? സിംഹം തൻ്റെ കുട്ടികൾക്ക് വേണ്ടി വേണ്ടുവോളം മാംസം ചീന്തിക്കീറി വച്ചിട്ടുണ്ട്. സിംഹികൾക്ക് വേണ്ടി ഇരയെ ഞെരിച്ചു കൊന്നിരിക്കുന്നു. ഇരയെ കൊണ്ട് അവൻ്റെ ഗുഹയും ചീന്തിയ മാംസം കൊണ്ട് മാളവും നിറച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ നിനക്കെതിരാണ്. ഞാൻ നിന്റെ രഥങ്ങളെ കത്തിച്ചു കളയും. നിന്റെ സിംഹക്കുട്ടികൾ വാളിനിരയാകും. ഞാൻ നിന്റെ ഇരയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയും. നിന്റെ ദൂതന്മാരുടെ സ്വരം മേലിൽ കേൾക്കുകയില്ല. നാഹും അധ്യായം 3. രക്തപങ്കിലമായ നഗരത്തിന് ഹാ കഷ്ടം! വ്യാജവും കൊള്ളയും കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് കവർച്ച ഒഴിയുകയില്ല. ചമ്മട്ടിയുടെ ശബ്ദം, ചക്രങ്ങളുടെ ഇരമ്പൽ, കുതിരകളുടെ കുളമ്പടി, രഥങ്ങളുടെ മുഴക്കം, കുതിക്കുന്ന കുതിരപ്പടയാളികൾ, ജ്വലിക്കുന്ന വാൾ, തിളങ്ങുന്ന കുന്തം, നിഹതന്മാരുടെ വ്യൂഹങ്ങൾ, ശവശരീരങ്ങളുടെ കൂമ്പാരം, എണ്ണമറ്റ മൃതദേഹങ്ങൾ. അവർ അവയെ ചവിട്ടിക്കടന്നു പോകുന്നു. വേശ്യാവൃത്തി കൊണ്ട് ജനതകളെയും വശീകരണ ശക്തി കൊണ്ട് രാജ്യങ്ങളെയും വഞ്ചിച്ച മോഹിനിയും മാരക വശ്യതയുള്ളവളുമായ വേശ്യയുടെ എണ്ണമറ്റ വേശ്യാവൃത്തികൾ നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത്. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ നിനക്കെതിരാണ്. ഞാൻ നിന്റെ വസ്ത്രം മുഖത്തോളം ഉയർത്തി ജനതകൾക്ക് നിന്റെ നഗ്നത കാണിച്ചു കൊടുക്കും. രാജ്യങ്ങൾ നിന്റെ ലജ്ജ ദർശിക്കാനിടവരുത്തും. ഞാൻ നിന്റെ മേൽ ചെളി വാരിയെറിയും. ഞാൻ നിന്നോട് വെറുപ്പോടെ പെരുമാറുകയും നിന്നെ നിന്ദാവിഷയമാക്കുകയും ചെയ്യും. നിന്നെ കാണുന്ന എല്ലാവരും നിന്നെ വിട്ടകന്ന് ഇപ്രകാരം പറയും, നിനവേ ശൂന്യമായിരിക്കുന്നു. അവളെ ചൊല്ലി ആര് വിലപിക്കും? അവൾക്ക് വേണ്ടി ഞാൻ എവിടെ നിന്ന് ആശ്വാസകരെ കണ്ടുപിടിക്കും? നൈലിനരികെ സ്ഥിതി ചെയ്തിരുന്ന തേബസിനേക്കാൾ ശ്രേഷ്ഠയാണോ നീ? അവൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടിരുന്നു. കടൽ അവൾക്ക് കോട്ടയും വെള്ളം അവൾക്ക് മതിലുമായിരുന്നു. എത്യോപ്യ അവളുടെ ശക്തിയായിരുന്നു. ഈജിപ്തും അവൾക്കതിരേറ്റ ശക്തി പകർന്നു. പുത്യരും ലിബിയക്കാരും അവളുടെ സഹായകരായിരുന്നു. എന്നിട്ടും അവൾ തടവിലാക്കപ്പെട്ട് അടിമത്തത്തിലാണ്ടു. വഴിക്കവലകളിൽ വെച്ച് അവളുടെ കുഞ്ഞുങ്ങൾ നിലത്തടിച്ച് കൊല്ലപ്പെട്ടു. അവളുടെ സമുന്നതന്മാർക്ക് വേണ്ടി അവർ നറുക്കിട്ടു. അവളുടെ പ്രമുഖന്മാരെയെല്ലാം അവർ ചങ്ങലയിൽ ബന്ധിച്ചു. അങ്ങനെ നീയും ലഹരി പിടിച്ച് ഉന്മത്തയും പരിഭ്രാന്തയുമാകും. ശത്രുക്കളിൽ നിന്ന് നീ അഭയമന്വേഷിക്കും. നിന്റെ കോട്ടകൾ പാകമായ ആദ്യഫലങ്ങൾ പേറുന്ന അത്തിവൃക്ഷങ്ങൾ പോലെയാകും. കുലുക്കിയാൽ അവ ഭോക്താവിൻ്റെ വായിൽ തന്നെ പതിക്കും. നിന്റെ സൈന്യം സ്ത്രീകളെ പോലെയാണ്. നിന്റെ ദേശത്തിൻ്റെ കവാടങ്ങൾ ശത്രുക്കൾക്കായി മലക്കെ തുറന്നിരിക്കുന്നു. അഗ്നി നിന്റെ ഓടാമ്പലുകളെ വിഴുങ്ങിയിരിക്കുന്നു. ഉപരോധത്തിനു വേണ്ടി വെള്ളം കോരുക.
കോട്ടകളെ ബലപ്പെടുത്തുക, ചെളിയിലിറങ്ങി കളിമണ്ണ് ചവിട്ടിക്കുഴച്ച് ഇഷ്ടിയുണ്ടാക്കുക. അവിടെ അഗ്നി നിന്നെ വിഴുങ്ങും, വാൾ നിന്നെ വിച്ഛേദിക്കും. വെട്ടുക്കിളി പോലെ അത് നിന്നെ സംഹരിക്കും. വെട്ടുക്കിളിയെപ്പോലെ പെരുകുക, വിട്ടിലിനെ പോലെ വർദ്ധിക്കുക. ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ അധികമായി നീ നിന്റെ വ്യാപാരികളെ വർദ്ധിപ്പിച്ചു. വെട്ടുക്കിളി ചിറക് വിരിച്ച് പറന്നകലുന്നു. നിന്റെ പ്രഭുക്കന്മാർ വിട്ടിലുകളെ പോലെയും നിന്റെ സൈന്യാധിപന്മാർ ശീതകാലത്ത് വേലിയിൽ പറന്നുകൂടുന്ന വെട്ടിക്കിളിപ്പറ്റങ്ങൾ പോലെയുമാണ്. സൂര്യനുദിക്കുമ്പോൾ അവ പറന്നുപോകുന്നു, അവ എവിടെയാണെന്ന് ആരും അറിയുന്നില്ല. അസീറിയ രാജാവേ, നിന്റെ ഇടയന്മാർ ഉറങ്ങുന്നു, നിന്റെ പ്രഭുക്കന്മാർ മയങ്ങുന്നു. ഒരുമിച്ച് കൂട്ടാൻ ആരുമില്ലാതെ നിന്റെ ജനം മലകളിൽ ചിതറിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ക്ഷതത്തിന് ശമനമില്ല, നിന്റെ മുറിവ് മാരകമാണ്. നിന്നെക്കുറിച്ച് കേൾക്കുന്നവരെല്ലാം കൈകൊട്ടിച്ചിരിക്കും. നിന്റെ ഒടുങ്ങാത്ത ദ്രോഹം ഏൽക്കാത്തത് ആർക്കാണ്? The Book of Nahum, Chapter 1. Oracle about Nineveh, the book of the vision of Nahum of Elkosh. A jealous and avenging God is the Lord, an avenger is the Lord, and angry. The Lord brings vengeance on his adversaries and lays up wrath for his enemies. The Lord is slow to anger, yet great in power, and the Lord never leaves the guilty unpunished. In hurricane and tempest is his path, and clouds are the dust at his feet. He rebukes the sea and leaves it dry, and all the rivers he dries up. Withered are Bashan and Carmel, and the bloom of Lebanon fades. The mountains quake before him, and the hills dissolve. The earth is laid waste before him, the world and all who dwell in it. Before his wrath who can stand firm, and who can face his blazing anger? His fury is poured out like fire, and the rocks are rent asunder before him. The Lord is good, a refuge on the day of distress. He takes care of those who have recourse to him when the flood rages. He makes an end of his opponents, and his enemies he pursues with darkness. What are you imputing to the Lord? It is he who will make an end. The enemy shall not rise a second time. As when a tangle of thorn bushes is set aflame, like dry stubble, they shall be utterly consumed. For, says the Lord, be they ever so many and so vigorous, still they shall be mown down and disappear. Though I have humbled you, I will humble you no more. Now will I break his yoke from off you and burst asunder your bonds. From you he came, who devised evil against the Lord, the scoundrel planner. The Lord has commanded regarding you, no descendant shall come to bear your name. From your temple I will abolish the carved and the molten image. I will make your grave a mockery. Chapter 2. See, upon the mountains there advances the bearer of good news, announcing peace. Celebrate your feasts, O Judah, fulfill your vows. For nevermore shall you be invaded by the scoundrel, he is completely destroyed. The Lord will restore the vine of Jacob, the pride of Israel, though ravagers have ravaged them and ruined the tendrils. The hammer comes up against you. Guard the rampart. Keep watch on the road. Gird your loins. Marshal all your strength. The shields of his warriors are crimsoned, the soldier colored in scarlet. Fiery steel are the chariots on the day of his mustering. The horses are frenzied, the chariots dash madly through the streets, and wheel in the squares, looking like firebrands, flashing like lightning bolts. His picked troops are called, ranks break at their charge. To the wall they rush, the mantelet is set up. The river gates are opened, the palace shutters. Its mistress is led forth captive, and her handmaids under guard, moaning like doves, beating their breasts. Nineveh is like a pool whose waters escape. Stop, stop, but none turns back. Plunder the silver, plunder the gold. There is no end to the treasure, to their wealth in precious things of every kind. Emptiness, desolation, waste,
melting hearts and trembling knees, writhing in every frame, every face blanched. Where is the lion's cave, the young lion's den, where the lion went in and out, and the cub with no one to disturb them? The lion snatched enough for his cubs, and strangled for his lionesses. He filled his dens with prey, and his caves with plunder. I come against you, says the Lord of hosts. I will consume in smoke your chariots, and the sword shall devour your young lions. Your preying on the land I will bring to an end. The cry of your lionesses shall be heard no more. Chapter 3. Woe to the bloody city, all lies, full of plunder, whose looting never stops. The crack of the whip, the rumbling sounds of wheels, horses a-gallop, chariots bounding, cavalry charging, the flame of the sword, the flash of the spear, the many slain, the heaping corpses, the endless bodies to stumble upon. For the many debaucheries of the harlot, fair and charming, a mistress of witchcraft, who enslaved nations with her harlotries, and peoples by her witchcraft. I am come against you, and I will strip your skirt from you. I will show your nakedness to the nations, to the kingdoms your shame. I will cast filth upon you, disgrace you, and put you to shame, till everyone who sees you runs from you, saying, Nineveh is destroyed. Who can pity her? Where can one find any to console her? Are you better than Nahum, that was set among the streams, surrounded by waters, with the flood for her rampart and water her wall? Ethiopia was her strength, and Egypt, and others without end. Put and the Libyans were her auxiliaries, yet even she went captive into exile. Even her little ones were dashed to pieces at the corner of every street. For her nobles they cast lots, and all her great men were put into chains. You too shall drink of this till you faint away. You too shall seek a refuge from the foe. All your fortresses are but fig trees, bearing early figs that fall, when shaken, into the hungry mouth. See, the troops are women in your midst. To your foes the gates of your land are open wide. Fire has consumed their bars. Draw water for the siege, strengthen your fortresses. Go down into the mud and tread the clay, take hold of the brick mold. There the fire shall consume you, the sword shall cut you down. Multiply like the grasshoppers, multiply like the locusts. Make your couriers more numerous than the stars, your garrisons as many as grasshoppers, and your scribes as locust swarms gathered on the rubble fences on a cold day. Yet when the sun warms them, the grasshoppers will spread their wings and fly, and vanish, no one knows where. Alas, how your shepherds slumber, O king of Assyria! Your nobles have gone to rest. Your people are scattered upon the mountains, with none to gather them. There is no healing for your hurt. Your wound is mortal. All who hear this news of you clap their hands over you, for who has not been overwhelmed steadily by your malice?